ക്രിഷ് ബാൽക്കണിയിലോട്ട് പോയ നേരത്താണ് നന്ദുവിൻ്റെ ഫോണിലേക്ക് അവളുടെ അമ്മയുടെ കോൾ വരുന്നത്. ആ നിമിഷം നന്ദു തൻ്റെ ഫോൺ എടുത്ത് തൻ്റെ മുറിയിലേക്ക് നടന്നു. ഇതേ സമയം ക്രിഷ് തൻ്റെ അമ്മയോട് കാര്യങ്ങൾ വിശദീകരിക്കുകയാണ്. എൻ്റെ അമ്മ ഞാൻ പറയാനുള്ളത് പറഞ്ഞു. നാട് മുഴുവൻ കല്യാണം വിളിച്ച് വിവാഹത്തിന് നല്ലൊരു റിസോർട്ടും ബുക്ക് ചെയ്ത് 10 കൂട്ടം പായസടങ്ങുന്ന സദ്യ ഒരുക്കി. എന്തിന്? കല്യാണത്തിന് ഞാൻ പെണ്ണിൻ്റെ കൂടെ ചെയ്യേണ്ട ഡാൻസ് വരെ പ്രാക്ടീസ് ചെയ്ത് താലി കെട്ടും സ്വപ്നം കണ്ടിരിക്കുമ്പോൾ കല്യാണത്തലേന്ന് ആ സോളോ ട്രിപ്പ് വല്ലവരുടെയും കൂടെ ഒളിച്ചോടിപ്പോയെന്നറിഞ്ഞാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? അമ്മക്കറിയോ, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ആ കുട്ടിയെ മാക്സിമം പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കിയതാണ്. വിവാഹത്തിന് മുൻപ് ഒരു റിലേഷൻ ഉണ്ടാവുക ഇപ്പം സർവ്വസാധാരണമാണ്. അതൊന്നും എനിക്കൊരു പ്രശ്നമേ അല്ല. എല്ലാം മറന്ന് നമുക്കൊരു പുതു ജീവിതം തുടങ്ങിക്കൂടെ എന്ന് ഞാൻ ആ കുട്ടിയോട് ചോദിച്ചതുമാണ്. നിങ്ങൾക്ക് വേണ്ടി, അമ്മയ്ക്ക് വേണ്ടി, നോട്ട് ദി പോയിന്റ്, ഞാൻ അത്രയും ആ പെണ്ണെ മുന്നിൽ താഴ്ന്നു കൊടുത്തു. അന്നേരം ആ പെണ്ണ് എന്നോട് പറയുവാണ്, ഈ കല്യാണത്തിൽ നിന്നും ഞാൻ പിന്മാറിയില്ലേ, കല്യാണത്തലേന്ന് അവൾ കാമുകനോടൊപ്പം ഒളിച്ചോടൂന്ന്. കിച്ചു, നീ പറയുന്നത് സത്യമാണോ? അതെ അമ്മ, ആ പെണ്ണ് ഇന്ന് എൻ്റെ മുഖത്ത് നോക്കിയത് പറഞ്ഞതാണ്. ഷോ, ഇങ്ങനൊരു കൊച്ചിനായിരുന്നോ നിന്റെ അച്ഛൻ നിനക്ക് വേണ്ടി ആലോചിച്ചേ? ആ കൊച്ചിനെ കണ്ടപ്പോൾ തൊട്ട് ഞാൻ എൻ്റെ മരുമോളായി മനസ്സുകൊണ്ട് ഉറപ്പിച്ചതായിരുന്നു. എന്നാ അമ്മ ഇനിയെല്ലാം മായ്ച്ച് കളയുന്നതാവും നല്ലത്. അവളേക്കാൾ നല്ലൊരു പെണ്ണ് എൻ്റെ ജീവിതത്തിലേക്ക് വരും അമ്മ. എൻ്റെ അമ്മയെപ്പോലെ എന്നെ സ്നേഹിക്കുന്ന, എന്നെ കെയർ ചെയ്യുന്ന ഒരു സുന്ദരി പെണ്ണ്. കൃഷി അത് പറയുമ്പോൾ അവൻ്റെ മനസ്സിൽ നിറയെ നന്ദുവായിരുന്നു. ഞാൻ നിൻ്റെ അച്ഛനോട് ഇക്കാര്യം പറയുന്നുണ്ട്. കിച്ചു, ഞാൻ വെക്കട്ടെടാ, അച്ഛൻ വന്നു എന്നാ തോന്നണേ. ശരി അമ്മ, അമ്മ ഇതോർത്തിട്ട് വിഷമിക്കരുത് കേട്ടോ. ഗുഡ് നൈറ്റ് അമ്മ, ലവ് യു അമ്മ. അതും പറഞ്ഞ് ക്രിഷ് കോൾ അവസാനിപ്പിച്ചു. ഇതേ സമയം നന്ദു തൻ്റെ അമ്മയുമായി ഫോണിൽ സംസാരിക്കുകയാണ്. അമ്മ, അവനൊരു അഫെയർ ഉണ്ടെന്നത് പോട്ടേന്ന് വെക്കാം, പക്ഷെ ഇതിപ്പോൾ അവൻ അമ്മയോട് അത് ഞാൻ എങ്ങനെയാ പറയാ? നന്ദു അത്രയും പറഞ്ഞു നിർത്തി. എന്താണെന്ന് വെച്ചാൽ നീ തെളിച്ച് പറ നന്ദു. അതമ്മ, അവനെ ആ പെണ്ണുമായി സെക്ഷുവൽ റിലേഷൻ വരെ ഉണ്ടായിട്ടുണ്ടെന്ന്. അവനെ ഞാൻ എങ്ങനെയാ അമ്മ കെട്ടുക? അവനെ പറ്റി കോളേജ് മൊത്തം വളരെ മോശം അഭിപ്രായമാണ്. നന്ദു ഡോസ് അങ്ങ് കൂട്ടി പറഞ്ഞു. എൻ്റെ ദേവി, ഞാൻ എന്തൊക്കെയായി കേൾക്കുന്നേ? നീ പറയുന്നത് സത്യമാണോ നന്ദു? ഞാൻ എന്തിനാ എൻ്റെ അമ്മയോട് നുണ പറയുന്നേ? നിൻ്റെ അച്ഛൻ ഇങ്ങോട്ട് വരട്ടെ, ഞാൻ ശരിയാക്കുന്നുണ്ട്. അല്ലേലും ആ മെച്യൂരിറ്റി ഇല്ലാത്ത പയ്യനെ കൊണ്ട് കെട്ടിക്കേണ്ടതെന്ന് ഞാൻ അന്നേ പറഞ്ഞതാ. അപ്പം അച്ഛന് പറയാൻ 100 കൂട്ടം ന്യായം. അമ്മ ഒരു മയത്തിലൊക്കെ അച്ഛനോട് പറഞ്ഞാൽ മതി കേട്ടോ. എന്നാൽ ഞാൻ വെക്കട്ടെ അമ്മ. അതും പറഞ്ഞ് നന്ദുവും കോൾ അവസാനിപ്പിച്ചു. കൃഷിൻ്റെ മുറിയിലെ ബാൽക്കണിയിലെ സ്വിംഗ് ചെയറിൽ നന്ദുവിൻ്റെ മടിയിൽ തലവെച്ച് കിടന്നുകൊണ്ട് ക്യാദറിൻ്റെ വയലിൻ ആസ്വദിക്കുവാണ് ഇരുവരും. നന്ദുവിൻ്റെ വലത് കൈ അവൻ്റെ മുടിയിഴകളിലൂടെ ഇഴയുന്നുണ്ട്. കൃഷ് അത് ആസ്വദിച്ച് കിടക്കുന്നതിനിടയിൽ അവളുടെ ഇടത് കൈ എടുത്ത് തൻ്റെ ചുണ്ടോട് ചേർത്തു. അത്രമേൽ മനോഹരമായ നിമിഷത്തിൽ അവളുടെ മുഖം അരുണാഭമായി നിമിഷങ്ങൾ പോയിക്കൊണ്ടിരുന്നു. ക്യാദറിൻ്റെ വയലിൻ വായന നിന്നപ്പോൾ നന്ദു തൻ്റെ പ്രവൃത്തി അവസാനിപ്പിച്ചുകൊണ്ട് എഴുന്നേൽക്കാൻ ഒരുങ്ങി. അന്നേരം കൃഷ് അവളെ അതിനനുവദിക്കാതെ അവളുടെ വയറിലൂടെ വട്ടം ചുറ്റിപ്പിടിച്ചു. വയറിലേക്ക് മുഖം പൂഴ്ത്തിയതും നന്ദു ഒന്നേങ്ങിപ്പോയിരുന്നു. അവൻ്റെ ചുടുനിശ്വാസം തൻ്റെ ടീഷർട്ടും കടന്ന് വയറിലേക്ക് പതിയുന്നുണ്ട്. അവൾ ശ്വാസം അടക്കി പിടിച്ചു തൻ്റെ വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ചു. കുറച്ചു നേരം ഇരുവരും അതുപോലെ ഇരുന്നു. കൃഷ് എഴുന്നേക്ക്, നമുക്ക് കിടക്കാം. നമുക്കിന്ന് ഇവിടെ ഇതുപോലെ കിടക്കാൻ നന്ദാ. അവളുടെ ടീഷർട്ടിന് മേലെയായി വയറിൽ ചുംബിച്ചുകൊണ്ടവൻ പറഞ്ഞു. അന്നേരം അവൻ്റെ മുടിയിൽ അവൾ പിടിമുറുക്കി. കൃഷ്, എന്തൊക്കെയാ പറയുന്നേ? എഴുന്നേക്ക്, നമ്മൾ ഇനി എവിടെ നിന്നാൽ ശരിയാവില്ല കൃഷ്. നീ ഇപ്പോൾ വല്ലാത്തൊരു മൂഡില്ല. നിനക്കിന് അത്രയ്ക്കും വിശ്വാസമില്ലേ നന്ദ? ഇത്രയും നാൾ നമ്മൾ ഒരുമിച്ച് താമസിച്ചിട്ട് ഞാൻ നിന്നോട് മോശമായിട്ട് പെരുമാറിയിട്ടുണ്ടോ? പറ നന്ദ, ഉണ്ടോന്ന്? ഇപ്പോൾ നീ എൻ്റേതാണെന്ന് എനിക്കറിയാം, ഞാൻ നിൻ്റേതാണെന്ന് നിനക്കും അറിയാം. എൻ്റെ ഉള്ളിലെ പ്രണയം ഞാൻ പല വിധത്തിൽ പ്രകടിപ്പിക്കും. എന്ന് വെച്ച് അതിരുവിട്ട് ഞാൻ നിന്നോട് ഒരിക്കലും പെരുമാറില്ല. എൻ്റെ പേര് കൊത്തിയ താലി നിൻ്റെ ഈ കഴുത്തിൽ അണിയിച്ചിട്ടേ ഞാൻ നിന്നെ പൂർണ്ണമായും എൻ്റേതാക്കി മാറ്റുള്ളൂ. ഇത് ഞാൻ നിനക്ക് തരുന്ന വാക്കാണ്. അവളുടെ കൈയെടുത്ത് പൊതിഞ്ഞു പിടിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. ഞാനങ്ങനെ ഒന്നും ഉദ്ദേശിച്ചില്ല കൃഷ്. നന്ദുവിന് എന്തോ വല്ലായ്മ തോന്നി. എൻ്റെ നന്ദ, നീ ആദ്യം ഈ കൃഷ് എന്നുള്ള വിളി മാറ്റ്. പിന്നെന്ത് വിളിക്കണം? കൃഷ്ണേട്ടാന്നോ? കൃഷ്ണേട്ട നിൻ്റെ അച്ഛൻ. ഇതേ എൻ്റെ അച്ഛനെ പറഞ്ഞാലുണ്ടല്ലോ, പറഞ്ഞു വരുമ്പോൾ ഞാനും എൻ്റെ അച്ഛനും സീനാണ്. പക്ഷേ പുറത്തു നിന്ന് ഒരാളെ എൻ്റെ അച്ഛനെ ചെളിവാരി എറിയാൻ നോക്കിയാലേ എനിക്കത് സഹിക്കില്ല. സത്യം പറയാലോ കൃഷ്, ഞാൻ ചെറുതായി ഒന്ന് സെൻറ്റിയായി വന്നതായിരുന്നു. നീ തന്നെ നശിപ്പിച്ചു.
നീ തൽക്കാലം സെൻറ്റി ആവണ്ട. നിനക്കറിയോ നന്ദ, എൻ്റെ അമ്മ എന്നെ വിളിക്കുന്നത് കിച്ചു എന്നാ. നീയും അങ്ങനെ വിളിച്ചാൽ മതി. എന്നാ കിച്ചു ഏട്ടാന്നായാലോ? അത് വേണ്ട, കിച്ചു അത്രയും മതി. ശരി, നാളെ മുതൽ ഞാൻ ട്രൈ ചെയ്യാം. ഇനി നമുക്ക് എഴുന്നേക്കാം. നന്ദു ആ പറഞ്ഞത് കേട്ട് കൃഷ് അവളുടെ മടിയിൽ നിന്നും എഴുന്നേറ്റു. നന്ദു ബാൽക്കണി ഡോറും ക്ലോസ് ചെയ്ത് കൃഷിൻ്റെ മുറി വിട്ടിറങ്ങാൻ ഒരുങ്ങി. അന്നേരം കൃഷ് അവളുടെ കയ്യിൽ പിടിച്ചു നിർത്തി. നന്ദു ചോദ്യഭാവത്തോടെ അവനെ തിരിഞ്ഞു നോക്കി. നന്ദ, ഇന്നൊരു ദിവസം ഇവിടെ കിടന്നോടെ? അപേക്ഷ രൂപേണയുള്ള അവൻ്റെ ആ ചോദ്യം കേട്ടതും നന്ദുവിന് മറുത്തൊന്നും പറയാൻ തോന്നിയില്ല. കൃഷിൻ്റെ കൂടെ ബെഡിൻ്റെ ഓരം ചേർന്ന് കിടക്കുമ്പോൾ ഇരുവർക്കും ഇടയിൽ ഇരുമുറിയിലെ തലയണ കൊണ്ട് ഒരു വൻ മതിൽ ഉയർന്നു വന്നു. ചരിഞ്ഞു കിടന്നു പരസ്പരം മുഖത്തോട് മുഖം നോക്കി കണ്ണുകൾ കൊണ്ട് കഥ പറഞ്ഞു. ഇരുവരും നിദ്രയെ പുൽകി. പിറ്റേന്ന് രാവിലെ അങ്ങോട്ട് ചോദിക്കാതെ തൻ്റെ ഷർട്ടിൻ്റെ ബട്ടൺസ് ഇട്ട് തരുന്ന പെണ്ണിനോട് അവന് പ്രണയത്തിലുപരി സ്നേഹവും ബഹുമാനവും തോന്നി. ഇന്നലെ തൊട്ട് പെണ്ണ് ഒരു ഭാര്യയുടെ റോൾ ഏറ്റെടുത്തിട്ടുണ്ടോയെന്ന് അവന് തോന്നാതിരുന്നില്ല. തനിക്കിഷ്ടമുള്ള ഫുഡ് എന്താണെന്ന് ചോദിച്ചു മനസ്സിലാക്കി അതൊക്കെ ഉണ്ടാക്കി തരുന്നു. തൻ്റെ ഡ്രസ്സ് വാഷ് ചെയ്ത് ഉണക്കി മടക്കി വെക്കുന്നുണ്ട്. അതുപോലെ തൻ്റെ മനസ്സറിഞ്ഞു കുഞ്ഞു കുഞ്ഞു റൊമാൻസിന് അവൾ നിന്ന് തരുന്നുണ്ട്. ഷർട്ട് ഇട്ട് കൊടുത്തു. അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൾ കണ്ണാടിയുടെ മുന്നിൽ നിന്ന് ഒരുങ്ങുന്നത് ബെഡിലിരുന്നു കൊണ്ട് കൃഷ് നോക്കി നിന്നു. തലേ ദിവസത്തെ പോലെ ഏറെ ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ബുള്ളറ്റ് യാത്ര അതായിരുന്നു നന്ദുവിൻ്റെ മനസ്സിൽ. അന്നേരം അവൻ കാറിൻ്റെ ലോക്ക് എടുക്കുന്നത് കണ്ട് അവളുടെ മുഖം മങ്ങി. നമുക്ക് ബുള്ളറ്റ് മതിയായിരുന്നു, നന്ദു ചുണ്ടു പിളർത്തിക്കൊണ്ട് പറഞ്ഞു. അത് ശരിയാവില്ല നന്ദ, ഇന്നലെ തന്നെ ഒരുപാട് പേരെ നമ്മൾ ഒരുമിച്ച് വരുന്നത് കണ്ടു. ഞാൻ നിൻ്റെ കൂടെ കാറിൽ വരുമ്പോഴും ഒരുപാട് പേര് കണ്ടിട്ടുണ്ടല്ലോ. ഞാൻ നിൻ്റെ അമ്മാവൻ്റെ മോളാണല്ലോ, പിന്നെന്താ? ഓ പിന്നെ, അങ്കമാലിയിലെ അമ്മാവൻ്റെ മോളെ എന്നോട് ഒട്ടിച്ചേർന്ന് കെട്ടിപ്പിടിച്ച് യാത്ര ചെയ്താൽ പിള്ളേരങ്ങോട്ട് വിശ്വസിക്കും. ടീച്ചേഴ്സ് അറിഞ്ഞാലേ വീട്ടിലോട്ട് കോൾ പോവും. അതോടെ നമ്മുടെ ഇപ്പോഴത്തുള്ള പൊറുതിയും മുട്ടും. നമുക്ക് വേണേലേ നൈറ്റ് റൈഡിന് ഇറങ്ങാം. അവളുടെ മുഖം വാടിയത് കണ്ട് കൃഷ് അവളുടെ മൂക്ക് പിടിച്ച് കൊഞ്ചിച്ചുകൊണ്ട് പറഞ്ഞു. എന്നാ ഇന്ന് പോവാം, നന്ദു ആവേശത്തോടെ പറഞ്ഞു. പറ്റിയാ പോവാം, അതും പറഞ്ഞ് കൃഷ് വണ്ടി മുന്നോട്ടെടുത്തു. വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതും നന്ദു കൃഷിനെ അന്വേഷിച്ച് പാർക്കിംഗ് ഏരിയയിലേക്ക് നടന്നു. അന്നേരമാണ് കൃഷ് ക്രിക്കറ്റ് പ്രാക്ടീസിലാണെന്ന് അവൻ്റെ ക്ലാസ്സിലെ ഒരു പെണ്ണ് പറഞ്ഞ് നന്ദു അറിയുന്നത്. എന്നാൽ പിന്നെ അവൻ്റെ കളി കണ്ടുകളയാം എന്ന് കരുതി നന്ദു തനുവിനെയും കൂടി പിടിച്ചു നിർത്തി കോളേജ് ഗ്രൗണ്ടിലേക്ക് നടന്നു. ഗ്രൗണ്ടിനോട് ചേർന്നുള്ള സിമൻറ്റ് ബെഞ്ചിലിരുന്ന് അവൾ കളി കാണാൻ തുടങ്ങി. കൃഷിന് പുറമെ അവൻ്റെ 3 വാലുകളുണ്ട്, ധ്യാൻ, ദിവിൻ, ആഡിസ്. അതിനൊക്കെ പുറമെ അലോകിനെയും ധ്രുവിനെയും കൂടി പ്രാക്ടീസിന് കണ്ടപ്പോൾ നന്ദുവിന് അത്ഭുതം. അടുത്ത ആഴ്ച ഇന്റർ കോളേജ് ക്രിക്കറ്റ് ടൂർണമെൻ്റ് ആണെന്ന് കൃഷ് പറയുന്നത് കേട്ടിരുന്നു. ശത്രുവിൻ്റെ ശത്രു മിത്രമെന്നാണല്ലോ ചൊല്ല്. ഇനിയിപ്പോൾ ഇവന്മാർ കൃഷ്ണനെ തോൽപ്പിക്കാൻ എതിർ ടീമിനെ സഹായിക്കൂ എന്നാണ് എൻ്റെ പേടി. നന്ദു തൻ്റെ സംശയം ഉന്നയിച്ചു. അതാണ് എനിക്കും അറിയാത്തത്, എല്ലാം കണ്ടറിയാം. താനു കൈമലർത്തി. എന്നാലും ആരായിരിക്കും അദീനയുടെ പ്രണയം? നന്ദു എങ്ങോട്ടോ മിഴികളോന്നി പറഞ്ഞു. നീ അത് വിട്ടില്ല നന്ദു, ഇനിയിപ്പോൾ കൃഷായിരുന്നു എന്ന് തന്നെ വെക്കുക. അതിനിപ്പോൾ എന്താ, അദീന ജീവിച്ചിരിപ്പില്ല. നിന്റെ കൃഷ്ണനാണെങ്കിൽ അവളോട് അതുപോലെ ഒന്നും തോന്നിയിട്ടുമില്ല. തന്നെ തൻ്റെ അഭിപ്രായം തുറന്നു പറഞ്ഞു. എടി അതല്ല എൻ്റെ പേടി, ഇപ്പോൾ അവളുടെ പ്രണയത്തെ ഞാൻ സ്വന്താക്കിയെന്നും പറഞ്ഞ് അവൾ പ്രേതായി വന്നു എന്നോട് പ്രതികാരം വീട്ടു എന്നാണ്. ഉണ്ടയാണ് ഉണ്ട, നീ ഇങ്ങനെ എഴുതാപ്പുറം വായിക്കല്ലേ നന്ദു. അത് അലോകാണ് എന്ന് മാത്രം വിചാരിച്ചാൽ മതി, തന്നെ കൃത്രിമ ദേഷ്യത്തോടെ പറഞ്ഞു. താനു, എന്നാലും ആരായിരിക്കും ആ പേജ് കീറിക്കളഞ്ഞേ? നന്ദു, എനിക്ക് നിന്നോട് ഒന്നേ പറയാനുള്ളൂ. ആരും സഞ്ചരിക്കാത്ത വഴിയിലൂടെ ഒരു ഭ്രാന്തിയെപ്പോലെ അലഞ്ഞു തിരിയാതെ കൃഷിയുമായുള്ള നിമിഷങ്ങളൊക്കെ നീ ശരിക്കും എൻജോയ് ചെയ്യാൻ നോക്ക്. തനുവിൻ്റെ ആ പറച്ചിൽ കേട്ട് നന്ദു അവളെ ഒന്ന് ഇരുത്തി നോക്കി. ഇങ്ങനൊന്നും അല്ലല്ലോ നീ നേരത്തെ പറഞ്ഞേ, ഇപ്പം എന്താ ഒരു മനമാറ്റം? ഇല്ല തനു, ഞാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അലോകിനും കൃഷ്ണയുടെയിൽ എന്താണ് സംഭവിച്ചത്? ആരായിരുന്നു അദീനയുടെ പ്രണയം? അദീനയ്ക്ക് എന്താണ് സംഭവിച്ചത്? കൃഷിനെ കൂടെ നിന്ന് ചതിച്ചതാര്? എല്ലാത്തിനും ഉത്തരം എനിക്ക് വേണം. അതിന് കൃഷ് വീണ്ടും രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങണം. നന്ദു പറയുന്നത് കേട്ട് തനു അവളെ വല്ലാത്ത ഭാവത്തിൽ നോക്കി. പിന്നെ അതിനവൻ സമ്മതിച്ചു തന്നെ. രാഷ്ട്രീയം അവൻ പണ്ടേ വിട്ടതാണെന്നല്ല പറഞ്ഞ. സമ്മതിപ്പിക്കും ഞാൻ. ഇത്തവണ കൃഷായിരിക്കും കോളേജ് ചെയർമാൻ. അന്ന് തല താഴ്ത്തി നിന്നവരുടെ മുന്നിൽ അവൻ തല ഉയർത്തി പിടിച്ചു നിൽക്കുന്നതേ എനിക്ക് കാണണം. ഞാനൊന്ന് റൊമാൻറ്റിക്കായ മതി, അവൻ സമ്മതിച്ചോളും. റൊമാൻസ് കൂടിപ്പോവാതെ നോക്കിയാൽ നിനക്ക് കൊള്ളാം. താൻ അവളെ കളിയാക്കി. അതൊന്നും ഉണ്ടാവില്ല, അവൻ എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്, എന്നെ കഴുത്ത് താലി കെട്ടാതെ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെന്ന്. നന്ദു അത് പറയുമ്പോൾ അവളുടെ നോട്ടം കൃഷിയിലേക്ക് നീണ്ടു. എങ്ങനെയൊന്നും?
തനു അവളുടെ കാതിൽ സ്വകാര്യം പോലെ ചോദിച്ചു. പോ അവിടെ നിന്ന്. നന്ദു നാണത്തോടെ അവളുടെ കയ്യിൽ പിച്ചി. ഹായ് നന്ദു. ഹായ് തനു. വിരാജിൻ്റെ ശബ്ദം കേട്ടതും ഇരുവരും തിരിഞ്ഞു നോക്കി. ദേ വന്നല്ലോ കുരിശ്, തനു പതുക്കെ പറഞ്ഞു. വിരാജിനെ കണ്ടതു നന്ദു മുഖത്തൊക്കെ ഒരു ചിരി ഫിറ്റ് ചെയ്തു. വെറുതെ ഒന്ന് ചിരിച്ചെന്ന് വരുത്തി. വിരാജ് നന്ദുവിൻ്റെ അരികിലിരുന്നുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. വേറെ വഴിയില്ലാതെ നന്ദു അവൻ്റെ കഥ പറച്ചിൽ കേട്ടുനിന്നു. വിരാജ് നന്ദുവിൻ്റെ അരികിൽ ഇരിക്കുന്നതും ചിരിച്ച് സംസാരിക്കുന്നതൊക്കെയും ഏറെ നേരമായി കൃഷ് കാണുന്നുണ്ടായിരുന്നു. കുശുമ്പ് കുത്തി തുടങ്ങിയ കൃഷ് ഒടുവിൽ പ്രാക്ടീസ് അവസാനിപ്പിച്ചു. നേരത്തെ ഊരി മാറ്റിയ തൻ്റെ ഷർട്ടും തോളിലിട്ട് അവരുടെ അരികിലേക്ക് നടന്നു. കൃഷ് തൻ്റെ നെറ്റിയിലെ വിയർപ്പ് അമർത്തി തുടച്ചു. വിരാജിനൊരു ഹായ് പറഞ്ഞു. തനുവിനോട് നന്ദുവിൻ്റെ അരികിൽ നിന്ന് അല്പം നീങ്ങിയിരിക്കാൻ പറഞ്ഞു. അവൻ നന്ദുവിനോട് ചേർന്നിരുന്നു. കൃഷ് തൻ്റെ കയ്യിലെ ഷർട്ട് നന്ദുവിൻ്റെ കയ്യിൽ കൊടുത്ത് കയ്യിലെ പെപ്സി ബോട്ടിലിൻ്റെ അടപ്പ് തുറന്ന് കുടിക്കാൻ തുടങ്ങി. ആ ദ്രാവകം കൃഷിൻ്റെ തൊണ്ടക്കുഴിയിലൂടെ താഴേക്ക് ഇറങ്ങുന്നത് നന്ദു ഒരു നിമിഷം നോക്കിയിരുന്നു പോയി. അവൻ്റെ ചെന്നിയിലും കഴുത്തിലും വിയർപ്പ് തുള്ളികൾ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അവൻ്റെ ഭംഗിയുള്ള ട്രിം ചെയ്തൊതുക്കിയ മീശയും താടിയൊക്കെയും ചെറുതായി വളർന്നിട്ടുണ്ട്. അവൾ അതിനിടയിൽ അവൻ്റെ ഭംഗി നോക്കി നിന്നു. അന്നേരം അവൻ്റെ പോക്കറ്റിൽ കിടക്കുന്ന ഫോൺ ശബ്ദിച്ചപ്പോൾ അവൻ അതെടുത്ത് സംസാരിക്കാൻ തുടങ്ങി. ആ സമയത്ത് തന്നെയാണ് ആഡീസ് അങ്ങോട്ട് വരുന്നത്. എടാ, നിന്റെ കാറിൻ്റെ കീങ് തന്നെ, എൻ്റെ ഫോൺ അതിലാ, ആഡീസ് പറഞ്ഞു. നന്ദ, എൻ്റെതേ ഈ പോക്കറ്റിലെ കാറിൻ്റെ കീ ഉണ്ട്, അതൊന്ന് എടുത്ത് കൊടുത്തേക്ക്. ഒരു കയ്യിൽ പെപ്സി ബോട്ടിലും ഒരു കയ്യിൽ ഫോണും പിടിച്ചു നിൽക്കുന്ന കൃഷ് തൻ്റെ പാൻറ്റിൻ്റെ പോക്കറ്റ് കാട്ടിക്കൊണ്ട് നന്ദുവിനോട് പറഞ്ഞു. ഇത് കേട്ട് നന്ദു അടക്കം ബാക്കി എല്ലാവരും കിളി പോയി നിൽപ്പാണ്. ആ പെപ്സി ബോട്ടി എൻ്റെ കൈ തന്നിട്ട് നിനക്ക് തന്നെ എടുത്താൽ പോരെ എന്ന് ചോദിക്കാൻ അവളുടെ നാക്ക് പൊങ്ങി വന്നതാ. ഇനിയിപ്പോൾ വിരാജിൻ്റെ മുന്നിൽ വെച്ച് ഇൻസൾട്ട് ചെയ്തെന്ന് പറഞ്ഞ് മുഖം വീർപ്പിച്ച് നിൽക്കണ്ടല്ലോ എന്ന് കരുതി അവൾ ചമ്മൽ മറച്ചു പിടിച്ചു. അവൻ്റെ പോക്കറ്റിൽ കൈയിട്ടു. നന്ദുവിൻ്റെ കൈ കൃഷിൻ്റെ ജീൻസിൻ്റെ പോക്കറ്റിനുള്ളിലേക്ക് ആഴ്ന്നിറങ്ങുന്നത് വല്ലാത്ത ഭാവത്തിൽ നോക്കി നിൽക്കുന്ന വിരാജിനെ കണ്ട് തന്നു ചിരി കടിച്ചു പിടിച്ച് നിൽപ്പാണ്. ഇതിലില്ല കൃഷ്, നന്ദു പുരികം ചുളിച്ചുകൊണ്ട് പറഞ്ഞു. ഉണ്ടാവുന്നേ, നീ കുറച്ചുകൂടെ താഴേക്ക് കൈയിട്ടെ. ഇനി എങ്ങോട്ട് കൈയിടാൻ? ഇനിയും കൈയിട്ടാ സേട്ടൻ്റെ മൂഡ് മാറും. കൃഷിൻ്റെ ആ പറച്ചിൽ കേട്ട് നന്ദു മനസ്സിൽ പറഞ്ഞു പോയതാണ്. ഇതൊന്നും കണ്ടു നിൽക്കാനുള്ള ശേഷി ഇല്ലാത്തത് കൊണ്ടാവാം വിരാജ് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയത്. അവൻ്റെ ആ പോക്ക് കണ്ട് തനുവിന് ചിരിയും വരുന്നുണ്ട്, പാവവും തോന്നുന്നുണ്ട്. ഇനി താനായിട്ട് എന്തിനു നിൽക്കണം? നന്ദുവിനോട് ബായ് പറഞ്ഞ് തനു അവിടെ നിന്ന് പോയി. വിരാജ് പോയെന്ന് കണ്ടതും കൃഷ് ആഡീസിനെ നോക്കി. എടാ, ഞാൻ മറന്നു, കാറിൻ്റെ കീ ദിവിൻ്റെ കയ്യില, നീ പോയി വാങ്ങിച്ചോ. ഇത് നിനക്ക് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? കൃഷ്ണനെ ദഹിപ്പിച്ച് നോക്കിക്കൊണ്ട് ആഡീസ് പറഞ്ഞു. ആഡീസ് പോയതിന് ശേഷമാണ് തന്നെ തുറച്ചു നോക്കുന്ന നന്ദുവിനെ അവൻ കാണുന്നത്. അന്നേരം അവൻ അവളെ നോക്കി കണ്ണിറക്കി. നന്ദു ചുണ്ടു കൂർപ്പിച്ചു അവനെ നോക്കുന്നുണ്ട്. ദേ എൻ്റെ കൺട്രോൾ കളയല്ലേ പെണ്ണെ, നിൻ്റെ ഈ ചുണ്ട് ഞാൻ കടിച്ചെടുക്കും. കടിക്കട്ടെ? അവൻ്റെ ആ പറച്ചിൽ കേട്ട് നന്ദു തൻ്റെ ചുണ്ട് പൊത്തിപ്പിടിച്ചു. ബട്ടൺസ് ഇട്ട് തരുന്നു. വിയർപ്പിനാൽ കുതിർന്ന തൻ്റെ ടീഷർട്ട് മാറ്റി അവളുടെ കയ്യിൽ നിന്നും ഷർട്ട് വാങ്ങി ധരിക്കുമ്പോൾ അവളുടെ കാതോരം സ്വകാര്യം പോലെ അവൻ പറഞ്ഞു. പോയി നിൻ്റെ മറ്റവളോട് പറ. അതും പറഞ്ഞ് അവനെ കൂർപ്പിച്ച് നോക്കിക്കൊണ്ട് അവൾ എഴുന്നേറ്റ് നടന്നപ്പോൾ ചെറുപുഞ്ചിരിയാലെ അവൾക്ക് പിന്നാലെ അവന് നടന്നു. ഇരുവരുടെയും പോക്ക് പകയെരിയുന്ന കണ്ണുകളോടെ അലോക് നോക്കി നിന്നു. നിന്റെ പ്രണയം ഇല്ലാതാക്കിയവൻ അവൻ. അവൻ ഇങ്ങനെ പ്രണയിച്ച് നടക്കുന്നത് കണ്ടിട്ട് നിനക്ക് എങ്ങനെ മിണ്ടാതിരിക്കാൻ തോന്നുന്നു? നിനക്ക് പറ്റില്ലെങ്കിൽ പറ, വേണ്ടത് ഞാൻ ചെയ്തോളാം. ഒരു കുഞ്ഞു പോലും അറിയില്ല, ധ്രുവ് പറഞ്ഞു. ഹേയ്, ഇപ്പോൾ ഒന്നും വേണ്ട. എനിക്ക് ആ പെണ്ണിനെ വേദനിപ്പിക്കാൻ നല്ല വിഷമമുണ്ട്. പക്ഷേ അവൻ്റെ മനസ്സ് നോണെങ്കിലേ ചിലത് ചെയ്തേ പറ്റൂ. ഇപ്പം അവർ പ്രണയിക്കട്ടെ, മാനം മുട്ടെ പ്രണയിക്കട്ടെ. ഉയരം കൂടും തോറും വീഴ്ചയുടെ ഭംഗിയും കൂടും, അലോക് പ്രത്യേക ഇണത്തെ പറഞ്ഞു. അലോക്, ധ്രുവ്, വാടെ പോവാം. അവരുടെ കൂട്ടത്തിലൊരുവനായ ശരൺ വിളിച്ചതും ഇരുവരും അവൻ്റെ അരികിലേക്ക് നടന്നു. രാത്രിയിൽ നിർത്താതെ പെയ്യുന്ന മഴ കണ്ട് നന്ദു മഴയെ പ്രാഗിക്കൊണ്ട് ഇടയ്ക്കിടെ ബാൽക്കണിയിൽ ചെന്ന് നോക്കുന്നുണ്ട്. ശോ, എൻ്റെ നൈറ്റ് റൈഡ് കുളമാക്കണമായിരുന്നോ? നന്ദു പരിഭവിച്ചു. ഹാവൂ, രക്ഷപ്പെട്ടു. എങ്ങനെയാ ഇന്നത്തെ നൈറ്റ് റൈഡിൽ നിന്ന് രക്ഷപ്പെടുക എന്ന് ആലോചിച്ച് നിൽക്കുകയായിരുന്നു. കൃഷ്ണനാണെങ്കിൽ മഴ വന്നത് അനുഗ്രഹമായി തോന്നി. കൃഷ് ഉള്ളിലെ സന്തോഷം മറച്ചു പിടിച്ചു. അവൾക്കരികിലേക്ക് നടന്നു. റെയിൻ റെയിൻ ഗോയവേ എന്നുള്ള നന്ദുവിൻ്റെ ആ പാട്ട് കേട്ട് അന്നേരം കൃഷ്ണന് ചിരി വന്നു. കുട്ടി പണ്ട് LKG പഠിച്ച പാട്ടിന് യോജിച്ച സന്ദർഭം വന്നത് ഡിഗ്രിക്ക് പഠിക്കുമ്പോൾ. ഞാനൊന്ന് മനസ്സ് വെച്ചാൽ അധികം വൈകാതെ കൊച്ചിനെ LKG ചേർക്കാം എന്നും മനസ്സിൽ പറഞ്ഞു അവളുടെ അരികിലേക്ക് നടന്നു. പോട്ടടോ, നമുക്ക് നാളെ പോവാന്നേ. നല്ല മഴ. ഈ മഴയത്ത് നിന്നെ ഇങ്ങനെ കെട്ടിപ്പിടിച്ചുറങ്ങാൻ നല്ല രസമായിരിക്കും ഇല്ലേ നന്ദ? പിന്നിലൂടെ വന്ന് അവളെ ഇറുകെ പുണർന്നുകൊണ്ട് കൃഷ് പറഞ്ഞു.
കൃഷ് നല്ല റൊമാൻറ്റിക് മൂഡിലാണുള്ളതെന്ന് നന്ദുവിന് മനസ്സിലായി. മഴ, റൊമാൻസ്, ഈ സമയത്ത് താൻ എന്ത് പറഞ്ഞാലും അവൻ അനുസരിക്കും. താഴെ ഓൾഡ് കപ്പിൾസിൻ്റെ ഓപ്പൺ കോർട്ട്യാർഡിൽ പോയി ഒരു റൊമാൻറ്റിക് റെയിൻ ഡാൻസ്, അത് പൊളിക്കും. അത് കഴിഞ്ഞ് കെട്ടിപ്പിടിച്ച് നിന്ന് ഇവനോട് കാര്യം സൂചിപ്പിക്കണം, നന്ദു മനസ്സിൽ വിചാരിച്ചു. നന്ദുവിൻ്റെ കാര്യമായ ആലോചന കണ്ടതും കൃഷ് പുറത്തേക്ക് കൈനീട്ടി മഴവെള്ളം കയ്യിലെടുത്ത് അവളുടെ മുഖത്തേക്ക് കുടഞ്ഞതും അവൾ ചിന്തയിൽ നിന്നുണർന്നു. അന്നേരം തനു അവന് നേരെ തിരിഞ്ഞു അവൻ്റെ നെഞ്ചിലേക്ക് തല ചായ്ച്ചപ്പോൾ കൃഷ് ആകെ വണ്ടറടിച്ച് നിൽപ്പാണ്. അതിൻ്റെ കൂടെ കിച്ചു എന്നുള്ള വിളി കൂടി ആയതും പുള്ളിക്കാരൻ ഫ്ലാറ്റ്. കിച്ചു, നീ എന്താ ഒന്നും മിണ്ടാത്തേ? ഞാൻ എന്താ മിണ്ടുക? നീ പറയുന്നത് കേൾക്കുമല്ലേ? അവളെ ഒന്നുകൂടെ തന്നോട് അടുപ്പിച്ചുകൊണ്ടവൻ പറഞ്ഞു. കിച്ചു, നമുക്കിത്തിരി മഴ നനഞ്ഞാലോ? മഴ നനയാനോ? അത് ശരിയാവില്ല. അതെന്താ ശരിയാവാത്തേ? അവൻ്റെ നെഞ്ചിൽ നിന്ന് മുഖമുയർത്തി അവൻ്റെ ചുണ്ടിൽ ചെറുതായി ചുംബിച്ചുകൊണ്ട് അവൾ ചോദിച്ചു. പ്ലീസ് കിച്ചു, അവൾ കെഞ്ചി പറഞ്ഞു. അതോടൊപ്പം അവൻ ധരിച്ചിരിക്കുന്ന വൈറ്റ് ട്രാൻസ്പെറൻറ്റ് ഷർട്ടിൻ്റെ 2 ബട്ടൺസ് കൂടി എടുത്തു മാറ്റി അവൻ്റെ നഗ്നമായ നെഞ്ചിൽ ചുണ്ടമർത്തിക്കൊണ്ട് നന്ദു പറഞ്ഞതും അവൻ യാന്ത്രികമായി തലയനക്കി. അവൻ സമ്മതം അറിയിച്ചതും അവൾ അവൻ്റെ കവിളിൽ അമർത്തി മുത്തിക്കൊണ്ട് അവളുടെ മുറിയിലേക്ക് ഓടുമ്പോൾ കൃഷ് തൻ്റെ കവിളിൽ കൈവച്ചു അവളുടെ പോക്ക് നോക്കി നിന്നു. കുറച്ചു കഴിഞ്ഞ് സിമ്പിളായിട്ടുള്ള വൈറ്റ് ട്രാൻസ്പെറൻറ്റ് സാരി ഉടുത്ത് വരുന്ന നന്ദുവിനെ കണ്ട് അവൻ നെഞ്ചത്ത് കൈവച്ച് പോയി. ദൈവമേ, ഈ പെണ്ണ് എന്നെക്കൊണ്ട് കടുങ്കൈ ചെയ്യിപ്പിക്കും എന്നും മനസ്സിൽ ആലോചിക്കുമ്പോഴാണ് നന്ദു അവൻ്റെ കൈ പിടിച്ച് താഴെ ഓടുന്നത്.